ജില്ലാ ആസ്ഥാന മേഖലയിൽ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും പരിശോധനകൾ ശക്തപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. വൃത്തിഹീനമായ സാഹചര്യങ്ങളിലാണ് ഹോട്ടലുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നതെന്ന് പഴയ മത്സ്യമാംസങ്ങൾ വ്യാപകമായി വിൽപ്പന നടത്തുന്നുവെന്നും ആരോപണം ഉയരുകയാണ്. ജില്ലാ ആസ്ഥാനത്തും സമീപ പ്രദേശങ്ങളിലും മത്സ്യവ്യാപാര സ്ഥാപനങ്ങളിൽ മാംസങ്ങൾ പഴകിയ മത്സ്യങ്ങൾ വിൽപ്പന നടത്തുന്നതുമായി പരാതി ഉയർന്നിരുന്നു. പഴകിയ മത്സ്യം വാങ്ങിക്കഴിച്ച നിരവധി ആളുകൾക്ക് വയറിൽ അണുബാധയും വയറിളക്കവും പിടിപെടുന്നു. വൃത്തിഹീനമായി പ്രവർത്തിക്കുകയും പഴകിയ ഭക്ഷണം വിളമ്പുകയും ചെയ്യുന്ന ഹോട്ടലുകളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. ഹോട്ടലുകളിലും ഭക്ഷ്യോൽപാദന വിപണന കേന്ദ്രങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. ഇത് സമയാസമയങ്ങളിൽ പുതുക്കുകയും വേണം. ആരോഗ്യവകുപ്പ് പരിശോധന നിർത്തിയതോടെ ഹെൽത്ത് കാർഡുള്ള ജീവനക്കാർ ഹോട്ടലുകളിൽ ഒന്നും തന്നെ ഇല്ല. ഇത്തരത്തിൽ വൃത്തിഹീനമായി പ്രവർത്തിക്കുകയും പഴകിയ ഭക്ഷണം വിൽക്കുകയും ചെയ്യുന്ന പല ഹോട്ടലുകളും മത്സ്യമാംസ വിതരണ സ്ഥാപനങ്ങളിലും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി സ്വാധീനിക്കുന്നത് മൂലമാണ് ആരോഗ്യവകുപ്പ് പരിശോധന നിർത്തിയതെന്ന് ജനങ്ങൾ ആരോപിച്ചിരുന്നു. ഗുണനിലവാരമില്ലാത്ത പഴകിയ എണ്ണ ഉപയോഗിച്ചാണ് ഏറിയ പങ്ക് ഹോട്ടലുകളിലും പാചകം നടത്തുന്നത്. ചെറുതോണി, തങ്കമണി, തോപ്രാംകുടി, കരിമ്പൻ, തടിയമ്പാട്, കഞ്ഞിക്കുഴി, മുരിക്കാശ്ശേരി തുടങ്ങിയ നിരവധി പ്രദേശങ്ങളിൽ ഇത്തരം പഴകിയ മത്സ്യമാംസങ്ങളും ഭക്ഷണവും വിൽക്കുന്നുണ്ടെന്നും ജനങ്ങൾ പറയുന്നു. ഇത് ചോദ്യം ചെയ്യുന്ന ഉപഭോക്താക്കളെ വ്യാപാരികൾ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായും പരാതിയുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച തങ്കമണി സെൻട്രൽ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മത്സ്യക്കടയിൽ നിന്നും മത്സ്യം വാങ്ങിക്കഴിച്ച ഒരു കുടുംബത്തിലെ 4 പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നു. ജില്ലാസ്ഥാനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പഴകിയ മത്സ്യവും എല്ലാം വിൽപ്പന നടത്തുന്നത് വളരെ തകൃതിയായിട്ട് നടക്കുകയാണ്. ആരോഗ്യവകുപ്പ് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. നേരത്തെയൊക്കെ കടകളിൽ പരിശോധന ഉണ്ടായിരുന്നു, ഹോട്ടലുകളിൽ പരിശോധന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഹോട്ടലുകളിൽ ഹെൽത്ത് കാർഡുള്ളവരില്ല. വൃത്തിയുള്ള ഹോട്ടലുകൾ ജില്ലാസ്ഥാനത്ത് പരിശോധിച്ചാൽ ഇല്ല. ജില്ലാസ്ഥാനത്ത് നിന്നല്ല, പല മേഖലകളിലും വൃത്തിയുള്ള ഹോട്ടലുകൾ വളരെ കുറവാണ്. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഫുഡ് വില കുറച്ച് കൊടുക്കുന്നത് തന്നെ അവർ വളരെ വൃത്തിഹീനമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള രീതികളിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മത്സ്യമാംസാദികൾ വളരെ മോശമായ അന്തരീക്ഷത്തിൽ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. അതൊക്കെ വളരെ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ വിൽക്കേണ്ടതാണ്, മത്സ്യവും മാംസവും എല്ലാം. അത് കടയുടമയ്ക്കെതിരെ ഇവർ പോലീസിൽ പരാതി നൽകി. അമോണിയൻ, ഫോർമാലിൻ തുടങ്ങിയവ ഉപയോഗിച്ചാണ് മത്സ്യം കേടുകൂടാതെ സൂക്ഷിക്കുന്നത്. പിടിക്കപ്പെടാതിരിക്കാൻ ഐസ് ക്യൂബുകളിൽ ഇവ ഉൾക്കൊള്ളിക്കുകയാണ് പതിവ്. ഇത്തരം പ്രവൃത്തികൾ വ്യാപകമാകുമ്പോൾ സുരക്ഷയൊരുക്കേണ്ടവർ കോഴ വാങ്ങി നിസ്സംഗത തുടരുന്നുവെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. മത്സ്യമാംസ വ്യാപാര കേന്ദ്രങ്ങളിലും ഹോട്ടലുകളിലും പരിശോധന കർശനമാക്കിയില്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ PC അച്ഛൻകുഞ്ഞുമായി ആലോചിച്ച ആരോഗ്യവകുപ്പ് ജില്ലാ അധികാരികൾക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി എന്നിവർക്കും പരാതി നൽകുമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ഇടുക്കി താലൂക്ക് സെക്രട്ടറി KS മധു, കമ്മിറ്റി അംഗങ്ങളായ ഷാജൻ ഫിലിപ്പ്, രാജു ഉപ്പുതോട് എന്നിവർ പറഞ്ഞു. സിറ്റി വിഷൻ, ഇടുക്കി.